നമ്മൾ നീണ്ടകരയിൽ വരുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ വള്ളങ്ങൾ വലയുമായിട്ട് നേരെ വരും. അത് കരയിൽ ഇതുപോലെ വെച്ചിട്ട് ചെളിയൊക്കെ മാറ്റിയിട്ട് കണ്ട കുട്ടയിലോട്ട് ഓരോ മീനായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് കേസ് നമുക്ക് കാണുന്നുണ്ട്. ചെളിയെല്ലാം വാരിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ സോർട്ട് ഔട്ട് ചെയ്യും. വല നോക്കി വലയിൽ നിന്ന് ഓരോ മീനായിട്ടും എടുത്ത് മാറ്റുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാ സൈസ് മീനും വരും, ചില സമയത്ത് പാമ്പും വരും. അപ്പോൾ ചെളിയൊക്കെ ആണെങ്കിൽ അടിച്ചുടച്ചിട്ട് കരയിലോട്ട് കയറ്റിയിട്ട് മീനൊക്കെ സെപ്പറേറ്റ് ചെയ്യും. എന്താ വെള്ളത്തിലേക്കാണെങ്കിൽ ഇഷ്ടംപോലെ മീനുണ്ട്. വലയാണെങ്കിൽ മീൻ ഡാമേജ് ആകാതിരിക്കാൻ അതിൻ്റെ പുറത്തുകൂടെ തുണിയും കൂടെ വിരിച്ചിട്ടുണ്ട്. വല പതുക്കെ ഇങ്ങനെ പൊത്തി കൊടുത്ത് സംഭവം അവിടെ നിന്ന് മീൻ സോർട്ട് ഔട്ട് ചെയ്യുന്ന കേസ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മീൻ അതിലെ കണ്ണും കോഴികളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. മീനൊക്കെ മാറ്റിയതിന് ശേഷം മീനിൽ അവിടെ നിന്ന് ചളിയിൽ കളിയൊക്കെ മാറ്റാൻ വേണ്ടി നല്ല രീതിയിലൊക്കെ വാഷ് ചെയ്തിട്ട് വേറെ പെട്ടിയിലോട്ട് ഇടുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നീണ്ടകരയിൽ റൊട്ടീനാണ്. റൊട്ടീൻ വർക്കാണ്. ചെളി മാറ്റിയിട്ട് മീനെടുത്തോണ്ടിരിക്കുന്ന കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീണ്ടകരയിൽ റുട്ടീനായിട്ടുള്ള സംഭവമാണ്. ഇതുപോലുള്ള ചെറിയ വള്ളങ്ങൾ ഇതുപോലെ വലയും ആയിട്ട് നേരെ കരയിൽ കൊണ്ടുവരുന്നു. അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത് ഇതുപോലെ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്ത് കുട്ടയിലെടുത്തതിന് ശേഷം ലൈവായിട്ട് സംഭവം ലേലത്തിനോട്ട് കൊണ്ടുപോകുന്നു. ലേലത്തിന് നമ്മൾ ആ ഒരു കുട്ട വാങ്ങിച്ചു കഴിഞ്ഞാലും ലാഭം തന്നെയാണ് കേസ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ കേസ്.